മാസങ്ങൾ നീണ്ട അനുനയ ശ്രമങ്ങൾക്കൊടുവിലാണ് മഹാരാഷ്ട്രയിൽ ബിജെപിയും ശിവസേനയും സഖ്യത്തിലായത്. പ്രതിപക്ഷത്തേക്കാൾ ബിജെപിയെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച ശിവസേന ഒരു ഘട്ടത്തിൽ സഖ്യം വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുവരെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ ആശയങ്ങൾ ഒന്നാണെന്നും രാജ്യത്തിനു വേണ്ടി ഒന്നിച്ച് മത്സരിക്കാൻ തയ്യാറാണ് എന്ന് ബിജെപി ശിവസേന നേതാക്കൾ വ്യക്തമാക്കി. ഇതോടെ ഇരുവരും പോർവിളിക്കുന്ന തെളിവുകൾ നിരത്തി ഈ സഖ്യം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നാടകമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. സംസ്ഥാനത്തെ 23 സീറ്റുകളിൽ ശിവസേനയും 25 സീറ്റുകളിൽ ബിജെപിയും മത്സരിക്കാനാണ് ധാരണയായിരിക്കുന്നത്. സഖ്യം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ ശിവസേന ബിജെപി നേതാക്കൾ പരസ്പരം പോരടിച്ചതിന്റെയും ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെയും ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് കോൺഗ്രസിന്റെ മറുതന്ത്രം. ഇവർ നടത്തിയ വെല്ലുവിളി പ്രസംഗത്തിന്റെ വീഡിയോകളും ആരോപണങ്ങളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ വീണ്ടും ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് റാലികളിലും പൊതുസമ്മേളനങ്ങളിലുമെല്ലാം ഈ വീഡിയോ പ്രദർശിപ്പിക്കുമെന്ന് പേര് വെളിപ്പെടുത്താതെ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. നേതാക്കൾ സഖ്യം പ്രഖ്യാപിച്ചെങ്കിലും ഇരു പാർട്ടിയിലെയും പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട് എന്നും ഇത് കോൺഗ്രസ് NCP സഖ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തകർ തമ്മിൽ രൂക്ഷമായ ഭിന്നത നിലനിൽക്കുന്നതായി മുതിർന്ന BJP നേതാവ് അമിത് ഷെട്ടി സമ്മതിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കള്ളനാണ് എന്ന് പൊതുവേദിയിൽ വെച്ച് പ്രഖ്യാപിച്ച ആളാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ. ഇതിന് BJP ശക്തമായി തന്നെ തിരിച്ചടിച്ചിട്ടുമുണ്ട്. എന്തായാലും മഹാരാഷ്ട്രയിൽ ശക്തമായി തന്നെ ഒരു തിരിച്ചുവരവുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.